മന്തി റൈസ് ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് 2 മാഗി കട്ട, 1 ബേ ലീഫ്, 2 പീസ് കറുകപ്പട്ട, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2-3 ഏല, കുറച്ച് ഗ്രാമ്പു. ആദ്യം ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുക. ഓയിൽ അത്യാവശ്യം ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റൂ. ശേഷം നന്നായിട്ട് വഴറ്റിയിട്ട് ആ ചിക്കൻ സ്റ്റോക്ക് മെൽറ്റ് ചെയ്യുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. ഏകദേശം ചിക്കൻ സ്റ്റോക്കൊക്കെ മെൽറ്റായി തോന്നിയാൽ അതിലേക്ക് നമ്മൾ ഒരു ചെറിയ ഉള്ളി ചെറിയ പീസാക്കിയത് ആഡ് ചെയ്യുക. റൈസിൽ അധികം ഉള്ളീൻ്റെ ആവശ്യമില്ല, ഒരു ചെറിയ ഉള്ളി തന്നെ ധാരാളമായിരിക്കും. അത് ചെറുതായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് ഒരു ഹാഫ് ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചിട്ടത് ആഡ് ചെയ്യുക. ശേഷം നന്നായിട്ട് വഴറ്റുക. ശേഷം ഇതിലേക്ക് നമ്മൾ അരി അളന്ന പാത്രത്തിൻ്റെ ഡബിൾ വെള്ളം ഒഴിക്കുക. അരി നമ്മൾ പുതിർത്താത്ത അരി ആയതുകൊണ്ടാണ് നമ്മൾ ഡബിൾ വെള്ളം ഒഴിക്കുന്നത്. അരമണിക്കൂർ പുതിർത്തിയ അരിയാണ് എങ്കിൽ നമ്മൾ അത്ര വെള്ളം ഒഴിക്കേണ്ട, ഒരു 1.5 വെള്ളം ഒഴിച്ചാൽ മതി. അതായത് ഒരു പാത്രത്തിന് 1.5 പാത്രം വെള്ളം. ശേഷം കഴുകി വെച്ച അരി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക. അരി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചുവന്ന കളറുള്ള മന്തീൻ്റെ അരി തന്നെ വാങ്ങുക. വെള്ള കളറുള്ള അരി ആകുമ്പോൾ അത് പെട്ടെന്ന് വെന്ത് പോകും. അന്നപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ വീണ്ടും മാറ്റേണ്ടി വരും. വെള്ള കളർ അരിയാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ തീരെ പുതിർത്തേണ്ട ആവശ്യമില്ല, അത് പെട്ടെന്ന് വെന്ത് പോകും. ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുക. ഞാൻ ഏകദേശം 1 കിലോ അരിക്ക് 2.5 ടീസ്പൂണാണ് ഉപ്പ് ആഡ് ചെയ്തത്. നിങ്ങൾക്കത് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചുകൂടി ആഡ് ചെയ്യുക. ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസായി അരിഞ്ഞത് ആഡ് ചെയ്യുക. പിന്നീട് അതിലേക്ക് പച്ചമുളക് മുഴുവനായിട്ട് ആഡ് ചെയ്യുക. എൻ്റെ കയ്യിലുള്ളത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് ആഡ് ചെയ്തത്. നിങ്ങളുടെ കയ്യിലുള്ളത് എരിവില്ലാത്തതാണെങ്കിൽ 3-4 പച്ചമുളക് വരെ ആഡ് ചെയ്യുക. ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 2 വിസിൽ വരെ പ്രഷർ കുക്ക് ചെയ്യുക. പെട്ടെന്ന് തന്നെ പ്രഷർ ഒഴിവാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ്. ഇല്ലെങ്കിൽ അടിയിലുള്ള അരി മുഴുവൻ നന്നായിട്ട് വെന്ത് പോകും, പിന്നെ ഒന്നിനും പറ്റാണ്ടായി പോകും. ചിക്കൻ്റെ മസാല ഉണ്ടാക്കാൻ കേക്ക് വെച്ച ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരമണിക്കൂർ മാറ്റി വെക്കുക. നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഈ ചിക്കൻ നമ്മൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യുക. കുറേ ചിക്കൻ ഉണ്ടെങ്കിൽ ബാച്ചായിട്ട് ആഡ് ചെയ്ത് പൊരിച്ചെടുക്കുക. ചിക്കൻ നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. 1 സൈഡ് ഏകദേശം 5 മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ശേഷം മറ്റേ സൈഡും 5 മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഏകദേശം ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ചിക്കൻ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് 2 വലിയ ഉള്ളി, ഒരു ഹാഫ് ക്യാപ്സിക്കം, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസാക്കിയത് ആഡ് ചെയ്യുക. ശേഷം നന്നായിട്ട് വഴറ്റുക. അത്യാവശ്യം നന്നായിട്ട് ഉള്ളി വാടണം, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടൂ. കുറച്ച് നേരം അടച്ചിട്ട് വേവിച്ചാൽ പെട്ടെന്ന് വാടും. ഇതിൽ ഇപ്പം നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. ഓൾറെഡി ചിക്കനിൽ നമ്മൾ ആഡ് ചെയ്ത ഉപ്പ് ഉള്ളിലേക്കും ക്യാപ്സിക്കത്തിലേക്കൊക്കെ ഉണ്ടാവും. ശേഷം അതിലേക്ക് നമ്മൾ 1 ടൊമാറ്റോ ചെറിയ പീസാക്കി അരിഞ്ഞത് ആഡ് ചെയ്യുക. നന്നായിട്ട് വഴറ്റുക. ഏകദേശം വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുക. സോസിൻ്റെ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് കുറയ്ക്കുക കേട്ടോ. ശേഷം അതിലേക്ക് പൊരിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്യുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയും ചിക്കനും നന്നായിട്ട് മിക്സ് ആവണം. ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തത്. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കും. ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.